ഹലോ ഓൾ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് 6ാം ക്ലാസ് കേരള സിലബസ് 6ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ യൂണിറ്റ് 1 റെയിൻ ഓഫ് ലവ്, അതിനകത്തെ രണ്ടാമത്തെ പ്രോസ് ആണ് മേക്കിംഗ് എ മാംഗോ പിക്കിൾ. അത് മൂന്നാമത്തെ ലെസണായിട്ട് വരും യൂണിറ്റ് 1-ലെ. അതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ അതിന്റെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കാണുക. പാർട്ട് 1 നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹരിഹരന്റെ മക്കളായ അപ്പുവിനെയും ദുർഗേനെ നമ്മൾ കണ്ടു. ഹരിഹർ എന്ന് പറയുന്ന ഒരു ബംഗാളിലെ ഒരു ബ്രാഹ്മൺ പ്രീസ്റ്റ് ആണ്. അവരുടെ മക്കളാണ് ഇവർ. അപ്പം ദുർഗയാണെന്നുണ്ടെങ്കിൽ രാവിലെ പുറത്തു പോയതാണ്. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. ആറിന്റെ കടവില് അവര് തുണി അലക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അബു തന്റെ വീടിന്റെ ഓപ്പൺ വരാന്തയിലിരുന്ന് ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്നു. അപ്പം അവരുടെ മുറ്റത്തുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പുറകിൽ നിന്ന് ദുർഗ അബു എന്ന് വിളിക്കുമ്പം ആ വരാന്തയിൽ നിന്ന് അബു ചാടി അവിടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ദുർഗയുടെ കയ്യിൽ ഒരു കോക്കനട്ട് ഷെൽ ചിരട്ട ഉണ്ടായിരുന്നു. അപ്പൊ അത് അവൾ താഴ്ത്തി അതിനകത്ത് എന്താണുള്ളതെന്ന് അവൾ അബുവിനെ കാണിച്ചു. അതിനകത്ത് എന്തായിരുന്നു? ടെൻഡർ ഗ്രീൻ മാംഗോയുടെ സ്ലൈസസ് ആയിരുന്നു. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, അമ്മ തിരിച്ചു വന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല എന്ന് കാണിക്കത്തക്ക രീതിയിൽ അവൻ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു. അമ്മ തിരിച്ച് കാട്ടിൽ നിന്ന് വന്നിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തത്. ഇനി പാർട്ട് 2-ൽ അതിന്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. Can you fetch me a bit of oil and some salt? She asked him secretively. I will pickle these. Can you fetch me a bit of oil and some salt? നിനക്ക് എനിക്ക് കുറച്ച് എണ്ണയും ഉപ്പും കൊണ്ടുതരാമോ എന്ന് ദുർഗ അബുവിനോട് ചോദിക്കുകയാണ്. ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി. ദുർഗ അബുവിനോട് വളരെ രഹസ്യമായിട്ടാണ് ചോദിച്ചത്. ഐ വിൽ പിക്കിൾ ദീസ്. ഞാൻ ഈ ടെൻഡർ ഗ്രീൻ മാംഗോ സ്ലൈസസ് ഉപ്പിലിടാം. നീ കുറച്ച് ഓയിലും സോൾട്ടും കൊണ്ടുവരികയാണെങ്കിൽ എന്നാണ് ദുർഗ അബുവിനോട് പറയുന്നത്. ഇവിടെ ഫെച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിലുള്ള മീനിങ് ഗോ ഫോർ ആൻഡ് ബ്രിങ് ബാക്ക് സംതിങ് ഫോർ സംവൺ. കൊണ്ടുവരിക എന്നാണ് അതിനർത്ഥം. ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണ, സോൾട്ട് എന്ന് പറഞ്ഞ ഉപ്പ്. ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് എന്ന വെർബിന്റെ പാസ്റ്റ് ആണ്. ചോദിക്കുക, ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിച്ചു. സീക്രട്ടീവ്ലി രഹസ്യമായി. ഇവിടെ ഐ വിൽ പിക്കിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ പിക്കിൾ എന്നുള്ളത് വെർബാണ്. പിക്കിൾ എന്ന വേർഡ് നൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും, പക്ഷെ ഇവിടെ അത് വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. Where did you get them from, ദീദി? അബു വാസ് ഡിലൈറ്റഡ്. അബുവിന് വളരെ സന്തോഷമായിട്ട് അബു ചേച്ചിയോട് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് ദീദി ചേച്ചി ഈ ടെൻഡർ ഗ്രീൻ മാംഗോ ചേച്ചിക്ക് കിട്ടിയത് എന്ന് അബു ദുർഗയോട് ചോദിച്ചു. ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നാണ് അതിന്റെ അർത്ഥം. ഡിലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് ഓഫ് ഷോയിങ് ഗ്രേറ്റ് പ്ലഷർ. സന്തോഷം എന്നാണ് ഡിലൈറ്റ് എന്ന വേർഡിന്റെ മീനിങ്. ഇനി അടുത്ത സെന്റൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. They were lying on the ground just under the sindoor kundo tree. Now get me a pinch of salt and some oil, will you? They were lying on the ground just under the sindoor kundo tree. അപ്പോൾ ദുർഗ അബുവിനോട് പറയുവാണ്, ഇത് പറമ്പിലെ സിന്ദൂർ കൊണ്ടോ ട്രീയുടെ അടിയിൽ കിടക്കുകയായിരുന്നു എന്താ ടെൻഡർ ഗ്രീൻ മാംഗോ. അവിടെ നിന്നാണ് എനിക്കത് കിട്ടിയത്. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് സം ഓയിൽ, വിൽ യു? നീ എനിക്ക് ഒരു നുള്ള് ഉപ്പും കുറച്ച് എണ്ണയും
തരണമെന്നാണ് ദുർഗ അബുവിനോട് പറയുന്നത്. കൊണ്ടത്തരത്തില്ലേ എന്ന് ദുർഗ അബുവിനോട് ചോദിക്കുകയാണ്. ലൈങ് എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നാണ് അർത്ഥം. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പറമ്പ് എന്നാണ് അർത്ഥം. സിന്ദൂർ കണ്ടോട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ ഒരു ഗ്രാമീണ ജീവിതമാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു മരമാണ് ഈ സിന്ദൂർ കൊണ്ടോട്രി എന്ന് പറയുന്നത്. പിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുള്ള് എന്നാണ് അതിന്റെ അർത്ഥം. ബട്ട് മാ വിൽ ഗിവ് ഇറ്റ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്, റിപ്ലൈഡ് അബു സ്കേഡ്. അബു അന്നേരം പേടിച്ചിട്ട് ദുർഗയോട് മറുപടി പറയുകയാണ്, അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ എണ്ണ ഇരിക്കുന്ന കുടം ഷെൽഫിൽ നിന്നും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അമ്മ തീർച്ചയായിട്ടും എനിക്ക് നല്ലത് തരും എന്ന് അബു ദുർഗയോട് പറയുവാണ്. മാ വിൽ ഗിവ് ഇറ്റ് ടു മീ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ അമ്മ എന്തെങ്കിലും സാധനം തരുമെന്നല്ല അവിടെ അതിനർത്ഥം. പകരം അമ്മ ചിലപ്പം ദേഷ്യപ്പെടും, അല്ലെ ചിലപ്പോൾ അടിക്കുമായിരിക്കും. അമ്മ ചിലപ്പം ദേഷ്യപ്പെടും അല്ലെങ്കിൽ അടിക്കും എന്നാണ് അബു പറയുന്നത്. ഇവിടെ സ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച എന്നാണ് അർത്ഥം. റിപ്ലൈ എന്നതിന്റെ പാസ്റ്റ് ആണ് റിപ്ലൈഡ്. റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു. റിപ്ലൈ എന്ന് പറഞ്ഞാൽ മറുപടി എന്നാണ് അർത്ഥം. ഓയിൽ പോട്ട് എന്ന് പറഞ്ഞാൽ എണ്ണ വെച്ചിരിക്കുന്ന കുട. റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്, ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഹി ഈസ് ബാക്ക്, ഷീ ഹാസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്സ്, ഹറി അപ്പ്. റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്, ഓടിപ്പോയി പെട്ടെന്ന് എടുത്തോണ്ട് വാ. എന്ത്? ഈ ഓയിലും സോൾട്ടും എന്ന് ദുർഗ അബുവിനോട് പറയുവാണ്. ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീ ഈസ് ബാക്ക്. അമ്മ വരാൻ കുറച്ച് സമയം എടുക്കും, അതിനു മുമ്പ് ഓടിപ്പോയിട്ട് എണ്ണയും സോൾട്ടും എടുത്തോണ്ട് വരാൻ ചേച്ചി അനിയനോട് പറയുക. ഷീ ഹാസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്സ്, ഹറി അപ്പ്. അമ്മയാണെന്നുണ്ടെങ്കിൽ ആറിന്റെ കടവില് തുണി കഴുകാനായിട്ട് പോയിരിക്കുകയാണ്. വേഗമാവട്ടെ, ഹറിയപ്പ് എന്ന് പറഞ്ഞാൽ വേഗമാവട്ടെ എന്ന് ദുർഗ പറയുവാണ്. ദ ഷെൽ, സെഡ് അബു, ഗിവ് മീ ദ ഷെൽ, I will pour it into the shell. You stand by the back door and keep a lookout. The shell, said Apu. Give me the shell. ഇപ്പൊ ദുർഗയുടെ കയ്യിലിരുന്ന ആ ചിരട്ട അത് തരാൻ അബു ദുർഗയോട് പറയുവാണ്. I will pour it into the shell. ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ട് അല്ലെ എണ്ണ പകർന്നുകൊണ്ട് അതിൽ എണ്ണ കൊണ്ടുവരാമെന്ന് അബു ദുർഗയോട് പറയുവാണ്. യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ്പ് എ ലുക്ക് ഔട്ട്. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ആ പുറകിലത്തെ വാതിൽ അവിടെ നിന്നിട്ട് അമ്മ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം, അവിടെ നിന്ന് നോക്കണമെന്ന് അബു ദുർഗയോട് പറയുക. മൈൻഡ് യു, don't spill any oil on the floor. Better be careful, otherwise Ma will know for sure. You are such a good for nothing. Mind you, don't spill any oil on the floor. സൂക്ഷിച്ചു വേണം എണ്ണയും ഉപ്പൊക്കെ എടുത്തോണ്ട് വരാൻ. നീയാണെന്നുണ്ടെങ്കിൽ എണ്ണ പകരുമ്പോൾ, ഈ കോക്കനട്ട് ഷെല്ലിട്ട് പകരുമ്പോൾ എണ്ണയാണെന്നുണ്ടെങ്കിൽ തറയെ വീഴാതെ സ്പില്ലാവാണ്ട് സൂക്ഷിക്കണമെന്ന് ദുർഗ അബുവിനോട് പറയുക. ബെറ്റർ ബി കെയർഫുൾ, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്നാണ് ബെറ്റർ ബി കെയർഫുൾ എന്ന് പറഞ്ഞ അതിന്റെ മീനിങ്. അതർവൈസ് മാ വിൽ നോ ഫോർ ഷുവർ, അല്ലെങ്കിൽ അമ്മ തീർച്ചയായിട്ടും അറിയും. യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് അബുവിനോട് ദുർഗ പറയുവാണ്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാന്. അമ്മ അറിയാത്ത വിധം ഓയിലും സോൾട്ടും എടുത്തോണ്ട് വരണമെന്നാണ് ദുർഗ തന്റെ അനിയനോട് പറയുന്നത്. When Abu came out of the house, Durga took the coconut shell from him and expertly got the mix of oil and salt into the mango slices. Here, put out your hand. When Abu came out of the house, അപ്പു ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ
ഈ ഓയിലും സോൾട്ടും ഒക്കെ എടുത്തോണ്ട് വീടിന്ന് പുറത്തു വന്നപ്പോൾ ദുർഗ ടുക്ക് ദ കോക്കനട്ട് ഷെൽ ഫ്രം ഹിം. അവൻ്റെന്ന് ഈ കോക്കനട്ട് ഷെല്ല് ദുർഗ ഇങ്ങ് മേടിച്ചു. ആൻഡ് എക്സ്പെർട്ട്ലി ഗോട്ട് ദ മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സോൾട്ട് ഇൻ ടു ദ മാംഗോ സ്ലൈസസ്. എക്സ്പെർട്ട്ലി എന്ന് പറഞ്ഞാൽ വിദഗ്ധമായി, വളരെ വിദഗ്ധമായിട്ട് ഈ ഓയിലും സോൾട്ടും ഒക്കെ മാംഗോ സ്ലൈസസിൽ, മാങ്ങാ കഷ്ണങ്ങളിൽ മിക്സ് ചെയ്തു. ഹിയർ പുട്ട് ഔട്ട് യുവർ ഹാൻഡ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ കൈ കാണിക്കാനാണ്, കൈ കാണിക്കുക എന്നാണ് അതിന്റെ മീനിങ്. ഹിയർ പുട്ട് ഔട്ട് യുവർ ഹാൻഡ്, നിന്റെ കൈ കാണിക്കാൻ ദുർഗ തന്റെ അനിയനോട് പറയുകയാണ്. ദീദി, ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്? അപ്പം അബു ദുർഗയോട് ചോദിക്കുകയാണ്, ചേച്ചി ബാക്കിയുള്ള സ്ലൈസസ് എല്ലാം ചേച്ചി തന്നെ തിന്നാൻ പോവുകയാണോ? അവനോട് കൈ കാണിക്കാൻ പറഞ്ഞിട്ട് അവന് കുറച്ച് സ്ലൈസസ് കൊടുത്തു. അപ്പം അവന് കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു. അപ്പൊ അവൻ ചേച്ചിയോട് ചോദിക്കുകയാണ്, ബാക്കിയുള്ള സ്ലൈസസ് എല്ലാം ചേച്ചി തന്നെ തിന്നാൻ പോവുകയാണോ എന്ന് അവൻ ചേച്ചിയോട് ചോദിക്കുകയാണ്. ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് us എ നൈസ് ചില്ലി? ഐ വിൽ ഗീവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു. നിനക്ക് കുറച്ച് നല്ല മുളക് കൊണ്ടുവരാമോ നമുക്ക് വേണ്ടി? അങ്ങനെ കൊണ്ടുവന്നാൽ നിനക്ക് ഞാനൊരു എക്സ്ട്രാ കഷ്ണം കൂടെ തരാമെന്ന് ദുർഗ അബുവിനോട് പറയുകയാണ്. ഇവിടെ ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷിക്കുക എന്നാണ് അർത്ഥം. എ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക്. സ്പിൽ എന്ന് പറഞ്ഞാൽ തുളുമ്പുക. കം ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു വരിക. ടേക്ക് മേടിക്കുക. എക്സ്പേർട്ട്ലി വിദഗ്ധമായി. പുട്ട് ഔട്ട് കൈ നീട്ടുക. ചില്ലി എന്ന് പറഞ്ഞാൽ മുളക്. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ അധികമായി. But how shall I get to the chilies, Didi? They are right upon the shelf. I can't even reach it. But how shall I get to the chilies? പക്ഷേ ചില്ലീസ് എങ്ങനെ കിട്ടാനാ ദീദി? They are right upon the shelf. അത് ആ ഷെൽഫിന്റെ ഏറ്റവും മണ്ടയ്ക്കാണ്. I can't even reach it. എനിക്കത് എത്തത്തുപോലും ഇല്ല എന്ന് ദുർഗയോട് അബു പറയുകയാണ്. Don't bother. I will get some more mangoes later in the day. You know that tree by the pond? There is lots and lots of budding mangoes that will fall off in the afternoon sun. അപ്പോൾ അബുവിനോട് ദുർഗ പറയുവാണ്, ഡോൺ ബോദർ, നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട, നീ അത് വിട്ടേര്, ചില്ലീസ് എടുക്കുന്ന കാര്യം നീ വിട്ടേരത്. ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. എനിക്കിന്ന് കുറച്ചുകൂടി മാംഗോസ് കിട്ടും. യു നോ ദാറ്റ് ട്രീ ബൈ ദ പോണ്ട്? നിനക്കറിയാമോ ആ കുളത്തിന്റെ കരയിലുള്ള ആ മാവ്? There is lots and lots of budding mangoes that will fall off in the afternoon sun. ഉച്ചക്കത്തെ സൂര്യന്റെ ചൂടേറ്റ് ഒത്തിരി ബഡ്ഡിങ് മാംഗോസ് വീഴും. ആ ട്രീയില് ഒത്തിരി ബഡ്ഡിങ് മാംഗോസ് ഉണ്ട്. അതാണ് ഉച്ചക്കത്തെ സൂര്യന്റെ ചൂടേറ്റ് അതൊക്കെ വീഴും. അപ്പൊ എന്താണ് ഇവിടെ ദുർഗ അബുവിനോട് പറയുന്നത്? ഉച്ചക്കത്തെ ചൂടേറ്റ് ഒത്തിരി ബഡ്ഡിങ് മാംഗോസ് വീഴും, അതൊക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം എന്ന്. അപ്പൊ നിനക്ക് ഞാൻ കൂടുതൽ മാംഗോ അല്ലെങ്കിൽ മാംഗോസ് അല്ലെങ്കിൽ ഈ സ്ലൈസസ് ഓഫ് മാംഗോസ് തരാമെന്ന് ദുർഗ അബുവിനോട് പറയുകയാണ്. The back door opened with a sharp clang and Saboja was heard calling out, Duga, oh Duga. The back door opened with a sharp clang. അപ്പം പുറകിലത്തെ ഡോറ് വളരെ ഭയങ്കര ശബ്ദത്തോടുകൂടി തുറന്നു. ആൻഡ് സബോജ വാസ് ഹേർഡ് കോളിംഗ് ഔട്ട്. എന്നിട്ട് സർബോജ വിളിക്കുന്നത് കേട്ടു. സർബോജ എന്താ വിളിച്ചത്? ദുഗ, ഓ ദുഗ, ദുഗ ദുഗ എന്ന് സബോജ വിളിച്ചു. അപ്പൊ ഈ ക്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ശബ്ദം എന്നാണ് അർത്ഥം. ഈ ദുർഗ എന്നാണ് ശരിക്കുള്ള പേര്, പക്ഷെ ദുഗ ദുഗ എന്നാണ് സബോജ വിളിക്കുന്നത്. എന്താണ് അങ്ങനെ? ഈ ഒരു നോവല് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബംഗാളിലെ ഗ്രാമീണ ജീവിതമാണ് ഇല്ലേ? അപ്പം അവിടുത്തെ ഈ കൊളോക്കിയൽ ഡയലക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ദുർഗ എന്നാണ് പേരെങ്കിലും ദുഗ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുഗ, ഓ ദുഗ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
fall off എന്ന് പറഞ്ഞാൽ വീഴുക എന്നാണ് അർത്ഥം. bother എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക എന്നാണ് അർത്ഥം. don't bother എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ബുദ്ധിമുട്ടണ്ട എന്നാണ് അതിന്റെ മീനിങ്. That's Ma calling. Quick, go and see what's up. Finish it up over there. No, wait. You have got grains of salt all over your mouth. Wipe them away first. That's Ma calling. അത് അമ്മ വിളിക്കുകയാണ്. Quick, വേഗമാവട്ടെ. And go and see what's up. വേഗം പോയി നോക്ക് എന്താണ് കാര്യമെന്ന് എന്ന് ദുർഗ അബുവിനോട് പറയുകയാണ്. ഫിനിഷ് ഇറ്റ് അപ്പ് ഓവർ ദെയർ. അപ്പൊ ഇവര് മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഈ പിക്കിൾ ചെയ്ത മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അവിടെ വെച്ച് തന്നെ വേഗം കഴിച്ചു തീർക്കുക എന്ന് ദുർഗ അബുവിനോട് പറയുകയാണ്. അമ്മയുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം കഴിച്ചു തീർക്കണം. അമ്മ ഇതറിയാൻ പാടില്ല, ഇല്ലേ, ഓയിലും സോൾട്ടും ഒക്കെ എടുത്തെന്നുള്ള കാര്യം അമ്മ അറിയാൻ പാടില്ല. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ അത് കഴിച്ചു തീർക്കുക എന്ന് ദുർഗ അബുവിനോട് പറയുകയാണ്. നോ വെയിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്തേ. യു ഹാവ് ഗോട്ട് ഗ്രെയിൻസ് ഓഫ് സോൾട്ട് ഓൾ ഓവർ യുവർ മൗത്ത്. നിന്റെ വായ്ക്ക് ചുറ്റും എന്തുണ്ട്? ഈ സോൾട്ടിന്റെ ഈ തരികളുണ്ട്. വൈപ്പ് ദം അവേ ഫസ്റ്റ്. ആദ്യം അത് തുടച്ചു കളയാൻ ദുർഗ അബുവിനോട് പറയുകയാണ്. Durga heard her mother call out yet again, but there was no way she could reply, for her mouth was quite full. She began furiously devouring the slices of pickled mango. When she found that she still had many left, she hid behind the trunk of the jackfruit tree and started to gobble up the rest. Abu stood beside her frantically, swallowing his share, for there was no time to chew. As he ate, he smiled a guilty smile at his sister. Durga heard her mother call out yet again. ദുർഗ കേട്ടു അവളുടെ അമ്മ വീണ്ടും വിളിക്കുന്നത്. But there was no way she could reply, for her mouth was quite full. അവളുടെ വായ്ക്കകത്ത് നിറച്ചും പിക്കിൾഡ് മാംഗോ സ്ലൈസസ് ആയതുകൊണ്ട് അവൾക്ക് അമ്മയുടെ വിളിക്ക് മറുപടി കൊടുക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. She began furiously devouring the slices of pickled mangoes. അവള് എന്ത് ചെയ്യാൻ തുടങ്ങി? അവളാണെങ്കിൽ പിക്കിൾഡ് മാംഗോയുടെ സ്ലൈസസ് വെട്ടി വിഴുങ്ങാൻ തുടങ്ങി. When she found that she still had many left, അപ്പൊ അവൾക്ക് ഇനി ഒത്തിരി കഴിക്കാനുണ്ട്, ഇല്ലേ? അന്നേരമാണെന്നുണ്ടെങ്കിൽ she hid behind the trunk of the jackfruit tree and started to gobble up the rest. അപ്പം ഇനിയും കുറെ ഏറെ കഴിച്ചു തീർക്കാനുള്ളത് കൊണ്ട് അവള് അതാണെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവിന്റെ പൊത്തിലാണെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചു, ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് സ്റ്റാർട്ടഡ് ടു ഗോബിൾ അപ്പ് ദ റെസ്റ്റ്. ബാക്കിയൊക്കെ അങ്ങ് കുറച്ചെടുത്ത് ആ പ്ലാവിന്റെ പൊത്തി വെച്ചു. ബാക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവള് വിഴുങ്ങാൻ തുടങ്ങി. അബു സ്റ്റുഡ് ബിസൈഡ് ഹർ ഫ്രാൻറ്റിക്കലി swallowing his share. അബു ആണെങ്കിൽ ദുർഗയുടെ അടുത്ത് നിന്ന് അവനുമാണെന്നുണ്ടെങ്കിൽ വെപ്രാളപ്പെട്ട് അവന്റെ ഷെയർ, അവന് കിട്ടിയ സ്ലൈസസ് ഓഫ് പിക്കിൾഡ് മാംഗോ അത് അവനാണെന്നുണ്ടെങ്കിൽ വിഴുങ്ങാൻ തുടങ്ങി. ഫോർ ദർ വാസ് നോട്ട് ടൈം ടു ചൂ. അതെന്തുകൊണ്ടാണ്? അമ്മ വന്നു വിളിക്കുന്നു, പെട്ടെന്ന് ഓടി ചെല്ലണം. അപ്പൊ അവർക്ക് ചവച്ച് നന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിക്കാനുള്ള ഒരു ടൈം അവിടെ ഉണ്ടായിരുന്നില്ല. As he ate, he smiled a guilty smile at his sister. അവൻ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ അവനാണെങ്കിൽ സിസ്റ്ററിനെ നോക്കിയിട്ട് ഒരു കള്ളച്ചിരി ഒക്കെ ചിരിച്ചു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഹേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ എന്നതിന്റെ പാസ്റ്റ് ആണ്. കേട്ടു എന്നാണ് ഹേർഡ് എന്ന് പറഞ്ഞാൽ. ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക. പിന്നെ ബിഗാൻ എന്നുള്ളത് ബിഗിൻ, തുടങ്ങുക എന്നാണ്. ബിഗിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ആണ് ബിഗാൻ. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഫൗണ്ട് എന്ന് പറയുന്നത് ഫൈൻഡ് എന്ന വെർബിന്റെ പാസ്റ്റ് ആണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ സൈഡ്, അരികിൽ എന്നാണ് അർത്ഥം. ഡിവോറിംഗ് എന്ന് പറഞ്ഞാൽ വെട്ടി വിഴുങ്ങിക്കൊണ്ട്. ഗോബിളപ്പ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. ഫ്രാൻറ്റിക്കലി എന്ന് പറഞ്ഞാൽ വെപ്രാളപ്പെട്ട്. ഗിൽറ്റി സ്മൈൽ കള്ളച്ചിരി. ട്രീ ട്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രങ്ക് എന്ന് പറഞ്ഞാൽ മരപ്പൊത്ത് എന്നാണ് അർത്ഥം.
swallowing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങുക. chew എന്ന് പറഞ്ഞാൽ ചവച്ചരച്ച് കഴിക്കുന്നതിനാണ് chew എന്ന് പറയുന്നത്. eat എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ eat എന്ന വെർബിന്റെ past ആണ് eat. കഴിച്ചു എന്നാണ് അർത്ഥം. സ്മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൈലിന്റെ past tense ആണ്, ചിരിച്ചു എന്നർത്ഥം. You little monkey, she said to her brother, why don't you wipe your face clean? There is salt all over your face even now. You little monkey, നീ കുട്ടിക്കുരങ്ങ. She said to her brother. ദുർഗയാണെങ്കിൽ അബുവിനെ പറയുക, കുട്ടിക്കുരങ്ങ, why don't you wipe your face clean? നീ എന്തുകൊണ്ടാണ് നിന്റെ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കാത്തത്? There is salt all over your face even now. ഇപ്പോഴും നിന്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ ഈ ചുണ്ടിലൊക്കെ എന്തുണ്ട്? സോൾട്ട്, ഉപ്പുണ്ട്. അല്ലെ? വൈപ്പ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കാന്നാണ് ഇവിടെ അർത്ഥം. Then putting on a most innocent expression, she entered the house. ദുർഗയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെ? ഏറ്റവും നിഷ്കളങ്കമായ ഭാവമൊക്കെ വരുത്തിക്കൊണ്ട് ദുർഗ വീട്ടിലേക്ക് പ്രവേശിച്ചു. വാട്ട് ഈസ് ഇറ്റ് മാ? ഷീ ആസ്ക്ഡ്. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്തിനാ വിളിച്ചത് എന്നുള്ള രീതിയിൽ. ആൻഡ് വേർ ഹാഡ് യു ഗോൺ എ വാണ്ടറിംഗ് മേ ഐ നോ? ആസ്ക്ഡ് സർബോജിയ. ആൻഡ് വേർ ഹാസ് ദാറ്റ് മങ്കി ഗോൺ? അപ്പം സർബോജിയ ദുർഗയോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? എന്തിയെ ആ കൊരങ്ങൻ, അവനെവിടെ പോയി? അതാണെങ്കിൽ അബുവിനെ ഉദ്ദേശിച്ചാണ് സർബോജിയ ദുർഗയോട് ചോദിക്കുന്നത്. അങ്ങനെ വേർ ഹാസ് ദാറ്റ് മങ്കി ഗോൺ എന്ന് ചോദിക്കുന്നത്. ഐ ആം ഹംഗ്രി മാ അനൗൺസ്ഡ് അബു അപ്പിയറിംഗ് സഡൻലി. അപ്പോൾ അന്നേരം അബു പെട്ടെന്ന് എനിക്ക് വിശക്കുന്ന അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് അപ്പിയർ ചെയ്യുന്നു. ഇവിടെ ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ എന്നാണ് അർത്ഥം. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഭാവം. എന്റേഡ് എന്നുള്ളത് എന്റർ എന്ന വെർബിന്റെ പാസ്റ്റ് ആണ്. എന്റേഡ് എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. വാണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക, അതാണ് എന്റേഡ്. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. Now hold on, let me take a breath. Oh Durga, go and check on the calf, will you? It has been lowing away. അമ്മ പറയുകയാണ്, സർബോജയ പറയുകയാണ്, ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ. അവര് അലക്കാനൊക്കെ പോയതിനു ശേഷം വളരെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് വീട്ടിലോട്ട്. അപ്പൊ അവര് പറയുവാണ്, ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ എന്ന് സർബോജയ പറയുകയാണ്. ഓ ദുർഗ. എന്നിട്ട് ദുർഗയോട് പറയാണ്, ദുർഗ, go and check on the calf, will you? നീ പോയി പശുക്കുട്ടിയെ നോക്കാൻ പറയുവാണ്. It has been lowing away. അതാണെങ്കിൽ കുറെ നേരമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. A little later, when she sat down in the veranda in front of the kitchen to cut up a cucumber for children, Apu flopped down next to her. കുറച്ച് നേരത്തിന് ശേഷം അവിടെ കിച്ചന്റെ ഫ്രണ്ടിലുള്ള വരാന്തയിൽ സർബോജ ഇരുന്നു. എന്തിനു വേണ്ടിയാണ്? വെള്ളരിക്ക കുട്ടികൾക്ക് വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി, കുട്ടികൾക്ക് കൊടുക്കാൻ വെള്ളരിക്ക കട്ട് ചെയ്യാനായിട്ട് സർബോജ അവിടെ ഇരുന്നു. അന്നേരം അപ്പു ആണെന്നുണ്ടെങ്കിൽ അപ്പു ഫ്ലോപ്പ് ഡൗൺ നെക്സ്റ്റ് ഹർ, സർബോജയുടെ അടുത്ത്, അബുവിന്റെ അമ്മയുടെ അടുത്ത് വന്ന് അബു ഇരുന്നു. മാ, ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദ കുക്കുംബർ, ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത്, he said. അപ്പൊ എന്നിട്ട് അമ്മയോട് പറയണം, അമ്മേ, ആ കുക്കുംബറിന്റെ ആ വെള്ളരിക്കയുടെ ആ വെള്ള ഭാഗം കുറച്ചുകൂടെ എടുത്തു കളാ, കാരണം അതെന്റെ മൗത്തില് ഒട്ടിപ്പിടിക്കുന്നു അല്ലെ ഒട്ടിപ്പിടിക്കൂ എന്ന് അബു ആണെങ്കിൽ സർബോജിയോട് പറഞ്ഞു. കാഫ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി എന്നാണ് അർത്ഥം. സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക എന്നാണ് അർത്ഥം. Durga spread out her palm to get her share and asked a little hesitantly, "Isn't it there any more of the rice, Raima?"
Durga spread out her palm to get her share. ദുർഗ അവളുടെ കൈ നീട്ടി അവൾക്കുള്ള ഷെയർ മേടിക്കാനായിട്ട്. എന്തിന്റെ ഷെയർ? അമ്മയുടെ മക്കൾക്ക് വേണ്ടി കുക്കുംബർ ചെത്തുവാന്ന് നമ്മൾ കണ്ടില്ലായിരുന്നോ? അപ്പം കുക്കുംബറിന്റെ ദുർഗയ്ക്കുള്ള ഷെയർ മേടിക്കാൻ വേണ്ടി ദുർഗ ഇങ്ങനെ കൈ നീട്ടി. ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിസ്റ്റന്റ്ലി, എന്നിട്ട് ചെറിയ ഒന്ന് മടിച്ച്, ചെറിയ മടിയോടുകൂടി ഇങ്ങനെ ദുർഗ ചോദിക്കുകയാണ് അമ്മയുടെ അടുത്ത്, Isn't there any more of the rice fry, ma? ചോറ് ഇരിപ്പുണ്ടോ അമ്മയെന്ന് ചോദിക്കുകയാണ്. Oh, it is impossible. All those tart mangoes have set my teeth on edge, began Appu. ഇനി അപ്പു പറയുകയാണ്, അപ്പു എന്തോ അവിടെ പറയുക ഇല്ലേ, പറഞ്ഞു തുടങ്ങി. എന്തുവാ നോക്കാം. ഓ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഓ, ഇത് പറ്റത്തില്ല. ഓൾ ദോസ് tart mangoes have set my teeth on edge. ആ പുളികൾ അവരാ ഈ പിക്കിൾ ചെയ്ത മാംഗോ സ്ലൈസസ് അവര് കഴിച്ചിട്ടിരിക്കുവായിരുന്നു ഇല്ലേ? അതാണെന്നുണ്ടെങ്കിൽ ആ പുളിയുള്ള മാംഗോസ് മാങ്ങകൾ അവന്റെ ഈ പല്ലിന്റെ എഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവൻ ഈ കുക്കുംബർ കഴിക്കാൻ പറ്റുന്നില്ല. ബിഗാൻ അപ്പു തുടങ്ങി. അങ്ങനെ അപ്പു പറയുകയാണ്, ഓ പറ്റത്തില്ല, ഈ പുളിച്ച മാങ്ങകളാണെന്നുണ്ടെങ്കിൽ ഈ പല്ലിന്റെ ഒക്കെ എഡ്ജിൽ ഇരുന്നിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്, അവന് ഈ കുക്കുംബർ കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അപ്പു പറയുകയാണ്. He stopped abruptly when he saw Durga frowning and winking at him. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഈ ദുർഗയാണെന്നുണ്ടെങ്കിൽ അവനെ ഇങ്ങനെ മുഖം ചുളിച്ചും കണ്ണു ചിമ്മിയൊക്കെ ഇങ്ങനെ കാണിച്ചു, പറയരുത് എന്നുള്ള. അപ്പൊ അവൻ പെട്ടെന്ന് തന്നെ പറയുന്നത് നിർത്തി. അങ്ങ് Where did you get mangoes from? asked his mother. നിനക്ക് എവിടെ നിന്നാണ് മാങ്ങകൾ കിട്ടിയത്? അമ്മ ചോദിച്ചു, അപ്പുവിനോട് ചോദിച്ചു. അപ്പു was afraid to tell the truth. അപ്പുവിന് സത്യം പറയാൻ പേടിയായിരുന്നു. അതെന്തുകൊണ്ടാ? സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അപ്പുവിന്റെ അടുത്ത്, അമ്മയുടെ അടുത്ത് ഇങ്ങനെ മാങ്ങയാണെന്നുണ്ടെങ്കിൽ പിക്കിൾ ചെയ്തു എന്നുള്ള കാര്യമൊന്നും പറയരുത്, എണ്ണ എടുത്ത കാര്യവും പിന്നെ സോൾട്ട് എടുത്ത കാര്യമൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പുവിന് ഒരു പേടി തോന്നിയത്. അത് എവിടെ നിന്നാണ് മാങ്ങ എന്നുള്ള കാര്യമൊക്കെ പറയാനായിട്ട് അപ്പുവിന് ഒരു ചെറിയ പേടി തോന്നി. He looked questioningly at his sister, wondering what to reply. അപ്പു ആണെന്നുണ്ടെങ്കിൽ ദുർഗയെ ചോദ്യ രൂപേണ ഇങ്ങനെ നോക്കുകയാണ്, വളരെ ആശ്ചര്യത്തോടെ, ഇല്ല അമ്പരപ്പോടെ നോക്കുകയാണ്, എന്താ മറുപടി കൊടുക്കണ്ടേ. അമ്മ ചോദിക്കുന്ന എവിടെ നിന്നാണ് മാങ്ങ കിട്ടിയെന്ന് ചോദിക്കുന്നു. അപ്പൊ എന്താണ് അതിനുള്ള മറുപടി കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ ദുർഗയെ നോക്കി. സർബോജ turned her daughter and demanded, so you had gone out again. സർബോജ അപ്പം മകളുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ആഹാ, നീ അപ്പം വീണ്ടും പുറത്തു പോയി അല്ലേ എന്ന് സർബോജ ദുർഗയോട് ചോദിക്കുകയാണ്. അപ്പൊ സർബോജയ്ക്ക് മനസ്സിലായി ആരാണ് എവിടെ നിന്നാണ് ഈ മാങ്ങ കിട്ടിയതെന്ന്. ദുർഗ പുറത്തുപോയി കൊണ്ടുവന്നതാണ്, അത് അപ്പൂനും കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ സർബോജയ്ക്കൊപ്പം മനസ്സിലായി. ഇവിടെ ഹെസിസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ മടിച്ച എന്നാണ് അർത്ഥം. ടാർട്ട് എന്ന് പറഞ്ഞാൽ പുളിയുള്ള. അബ്രപ്റ്റ്ലി പെട്ടെന്ന്. ഫ്രോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം ചുളിക്കുക. വിങ്കിങ് എന്ന് പറഞ്ഞാൽ കണ്ണി ചിമ്മ. ക്വസ്റ്റ്യനിങ്ലി ചോദ്യരൂപേണ. വണ്ടറിങ് എന്ന് പറഞ്ഞാൽ അമ്പരക്കുക. ഈ പിക്ചർ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന സ്റ്റോറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇതിനകത്ത് നമുക്ക് സർബോജയെ കാണാം, പിന്നെ ദുർഗയെ കാണാം, അതുപോലെ തന്നെ അപ്പുവിനെ കാണാം. ഇവരാണ് മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന നമുക്ക് പഠിക്കാനുള്ള ലെസണിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അവരെയൊക്കെയാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കുന്നത്. ദുർഗ paled, asked him, I was just there by the jackfruit tree, and then just as you called. ദുർഗ paled. ദുർഗ വളരെ വിളറി പറയുകയാണ്, ask him, അവനോട് ചോദിച്ചു. ആരോട്? അപ്പുവിനോട്. I was just there by the jackfruit tree. ഞാൻ ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ അടുത്തുണ്ടായിരുന്നു, ആ പ്ലാവിന്റെ അടുത്തുണ്ടായിരുന്നു. ആൻഡ് ദെൻ എന്നിട്ട് ജസ്റ്റ് ആസ് യു കോൾഡ്, സർബോജ മാ വിളിക്കുമ്പോൾ ഞാൻ ആ
ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ അടുത്തുണ്ടായിരുന്നു. അബുവിനോട് ചോദിച്ചു നോക്ക് എന്ന് ഇങ്ങനെ ആര് പറയുകയാണ്? ദുർഗ പറയുവാണ്. വെളറി ഇങ്ങനെ ദുർഗയാകെ വല്ലാണ്ടായി. അപ്പം ഇങ്ങനെ വെളറി ദുർഗ പറയുവാണ് അമ്മയോട്. ഇല്ലേ, അവിടെ എന്തൊക്കെയോ ഇങ്ങനെ രക്ഷപ്പെടാനുള്ള രീതിയിൽ എന്തൊക്കെയോ സംഭാഷണം അമ്മയോട് ദുർഗ പറയുകയാണ്. Fortunately, the conversation was cut short by the entry of the milkwoman Shorno. She had come to milk their cow. Go, catch the cow, said Sarbogia to her daughter. Fortunately, ഭാഗ്യവശാൽ the conversation was cut short by the entry of the milkwoman Shorno. ദുർഗയും അമ്മയും അവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണം പെട്ടെന്ന് നിന്നു. എങ്ങനെ? ആ ഒരു പാൽക്കാരി, ഷൊർണോ എന്ന് പറയുന്ന പാൽക്കാരി അവിടെ പ്രവേശിച്ചു. അതോടുകൂടി ആ ഒരു സംഭാഷണം, ഈ ദുർഗ പുറത്തു പോയതും മാങ്ങ കൊണ്ടുവന്നതും അങ്ങനെയുള്ള ആ സംഭാഷണം അവിടെ നിന്നു. ഷീ ഹാഡ് കം ടു മിൽക്ക് ദെയർ കൗ. ഷൊർണോ എന്ന് പറയുന്ന മിൽക്ക് വിമൻ എന്തിനാണ് വന്നത്? അവരാണെന്നുണ്ടെങ്കിൽ പശുവിനെ കറക്കാൻ വേണ്ടി വന്നത്. അപ്പം സർബോജയാണെന്നുണ്ടെങ്കിൽ ദുർഗയോട് പറയുവാണ്, ഗോ ക്യാച്ച് ദ കാഫ്, said Sarboja to her daughter. സർബോജ ആണെങ്കിൽ അവരുടെ മകളോട് പറയുകയാണ്, പോയി പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ട് വരാൻ. ഇവിടെ പെയിൽഡ് എന്ന് പറഞ്ഞാൽ വിളറി എന്നാണ് അർത്ഥം. ഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഭാഗ്യവശാൽ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണം. കട്ട് ഷോർട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്തുക. എൻട്രി എന്ന് പറഞ്ഞാൽ പ്രവേശനം. മിൽക്ക് വുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽക്കാരി. Abu followed his sister out to watch the cow being milked. As soon as he stepped into the outer courtyard, Durga landed him a smart blow on his back. You wretch, monkey! She made faces at him and mimicked him. All those tart mangoes have set my teeth on edge. Dumbo! No brains at all. Abu followed his sister out to watch the cow being milked. Abu ആണെന്നുണ്ടെങ്കിൽ ദുർഗേനെ പിന്തുടർന്നു. എന്തിനു വേണ്ടി? പശുവിനെ കറക്കുന്നത് കാണാൻ വേണ്ടി. As soon as he stepped into the outer courtyard, അവനാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള മുറ്റത്തോട്ട് കാല് വെച്ച് ഉടനെ തന്നെ ദുർഗ ലാൻഡഡ് ഹിം എ സ്മാർട്ട് ബ്ലോ ഓൺ ഹിസ് ബാക്ക്. അവന്റെ പുറത്തിനിട്ട് ഒരു നല്ല ഒരടി ദുർഗ കൊടുത്തു. എന്നിട്ട് യു വ്രച്ച് മങ്കി, നീ കള്ള കുരങ്ങ എന്ന് വിളിക്കുകയാണ്. ഷീ മെയ്ഡ് ഫേസസ് അറ്റ് ഹിം ആൻഡ് മിമിക്ഡ് ഹിം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവനെ ഇങ്ങനെ ഓരോ മോൻ കൊണ്ട് ഓരോ ഇങ്ങനെ കോക്രിയൊക്കെ കാണിച്ചിട്ട് ഓരോ മിമിക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പറയുവാണ്, ഓൾ ദോസ് ടാർട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്. ഡംബോ! നോ ബ്രെയിൻസ് അറ്റ് ഓൾ. ഒരു ബുദ്ധിയില്ലാത്ത, ഒരു ബ്രെയിനും ഇല്ലാത്ത ആളെന്നൊക്കെ വിളിച്ചിട്ട് അബുവിനെ ഇങ്ങനെ ഓരോ കോക്രിയൊക്കെ കാണിച്ചിട്ട് ദുർഗ ഇങ്ങനെ പറയുവാണ്. അവൻ മുമ്പേ പറഞ്ഞില്ലേ, ആ പുളിച്ച മാങ്ങ കഴിച്ച എന്റെ പല്ലിനിടയിലൊക്കെ കയറിയെന്ന് അവൻ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞ ആ സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തിരിച്ച് കളിയാക്കിക്കൊണ്ട് അവനോട് പറയുകയാണ്. അവനെ മിമിക്രി ഒക്കെ കാണിച്ച് all those tart mangoes have set my teeth on edge എന്നൊക്കെ ദുർഗ അവൻ പറഞ്ഞ ആ സെന്റൻസിനെ തിരിച്ച് അവനോട് പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ട് നിനക്ക് ഒരു ബ്രെയിനും ഇല്ല എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുകയാണ്. ഇതോടെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന ലെസൺ ഇവിടെ ഫിനിഷ് ആവുകയാണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുക. മനസ്സിലായില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കാണുക, വീണ്ടും പുസ്തകം വായിക്കുക. നന്നായി ഈ ഒരു ലെസൺ നന്നായി മനസ്സിലാക്കുക. SNE വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതുവഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഈ വീഡിയോ പ്രയോജനകരമാകട്ടെ.
താങ്ക്സ് ഫോർ വാച്ചിങ് SNE വ്ളോഗ്സ്.